പക്ഷേ ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് സർവൈവലാണ് നമ്മുടെ. അപ്പോൾ ഈ പറയുന്ന ബഡ്ജറ്റിനകത്ത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റവന്യൂ ജനറേഷൻ മോഡൽ ഉണ്ടാക്കിയെടുത്തിട്ടില്ല എങ്കിൽ അവിടെയാണ് എൻ്റെ ചോദ്യം. സാധാരണഗതി നമ്മുടെ കേരള സർക്കാരിനെ അതിപ്പം കഴിഞ്ഞ കുറേ കാലമായിട്ട് 10 കൊല്ലമായിട്ട് LDF ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്തൊരു വിഭാഗമാണ് മദ്യപാനികൾ. മദ്യത്തിൽ കൈവയ്ക്കുമോ എന്നൊരു ആശങ്ക ഇവിടുത്തെ സാധാരണക്കാർക്കുണ്ട്. ഈ പറഞ്ഞതുപോലെ മദ്യവർജനം എന്നൊക്കെ പറഞ്ഞ് പല പരിപാടികളും നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മദ്യത്തിന് വില കൂടുമ്പം അതിൻ്റെ വരുമാനം കൂടുതൽ വേണ്ടി വരുന്നുള്ളതുകൊണ്ട് ആൾക്കാർ മദ്യത്തിൽ നിന്ന് പിന്തിരിയുന്നു. ഇവിടെ അങ്ങനെ ഒരു കണക്കും ഇവിടെ സ്റ്റാറ്റിസ്റ്റിക്സും ഞാൻ കണ്ടിട്ടില്ല. ഇനി എൻ്റെ അറിവുകേടാണോന്ന് അറിയില്ല. എന്തായാലും മദ്യത്തിന് വില കൂടുന്ന സാഹചര്യം ഉണ്ടാവും ഈ ബജറ്റിൽ എന്ന് ഭയക്കുന്നുണ്ട്. 2, ലോട്ടറി നമുക്ക് കിട്ടുന്ന വരുമാനത്തിലൊന്ന് ഇനി ഒരു പുതിയ ബമ്പർ ലോട്ടറിയും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമോ? ഇക്കാര്യത്തിലൊക്കെ ചില കൈവയ്ക്കലുകൾ ഉണ്ടാവുമോ എന്നുള്ളതാണ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഉണ്ടാവാം. അല്ല, ഞാൻ പറയുന്നത് നമ്മൾ 3 Ls നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നു. അതായത് ലോൺ, ലോട്ടറി ആൻഡ് ലിക്കർ. ഈ 3 Lകളിലാണ് നമ്മൾ സസ്റ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോൺ എടുക്കുക, അതിലേ നമുക്ക് 5 ലക്ഷത്തിൽ ചില്ലുവാനം കോടി രൂപ ലോണായിട്ട് മാറിയത്. അപ്പം ആ ഒരു ഫസ്റ്റ് L അതാണ്. പിന്നെ ലിക്കർ, കാരണം അതൊരു സിൻ ടാക്സ് എന്ന് പറയുന്ന ഒരു മേഖലയിലാണ്. കാരണം ആരും ക്രിട്ടിസൈസ് ചെയ്യത്തില്ല. അതായത് ലിക്കറിന് വില കൂടി എന്ന് പറഞ്ഞ് ആരും പബ്ലിക്കായിട്ട് അത് ശരിയായില്ല എന്ന് പറയുന്ന ഒരു രീതിയില്ല. 3 ലോട്ടറി. ഈ 3 തരത്തിലാണ് നമ്മൾ സർവൈവ് ചെയ്യുന്നൊരു എക്കോണമിയാണ് എന്ന് പറയുന്നുണ്ട്. എനിവേ, ജോക്സ് അപ്പാർട്ട്, ഈ ലോട്ടറിയും ഇതും ഒരു സമൂഹത്തിന് നെഗറ്റീവായിട്ട് ബാധിക്കുന്ന 2 കാര്യങ്ങളാണ്. കാരണം ലോട്ടറി ഒരു ഗാംബ്ലിങ് അങ്ങനെ ഒരു ഇതുണ്ടാക്കിയെടുക്കുന്നു. പക്ഷേ ഇവിടെ അതിനെപ്പറ്റി പല ചർച്ചകളും നടക്കുമ്പോഴും അവർ പറയുന്നത് ഇതൊരു ജീവനോപാധിയായിട്ട് പലരും ലോട്ടറി ഏജൻസിനും മറ്റുമൊക്കെ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതിനൊരു 2 സൈഡും ഉണ്ട്, ലൈക്ക് എനിത്തിങ്. അപ്പം ഒരു പക്ഷേ ഈ എക്സസ് മണി മോപ്പപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ ഈ പറയുന്ന കുറച്ചുകൂടെ ഈ ആളുകളുടെ നിന്ന് വളരെ വ്യാപകമായിട്ടൊരു പിരിവ് നടത്തുന്നതിന് തുല്യമായിട്ടുള്ളൊരു റവന്യൂ ജനറേഷനായിട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ഞാൻ അത്ഭുതപ്പെടില്ല. ഒരു പുതിയ ലോട്ടറി ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, വേറെ ഒരു 100 കോടി രൂപ ഒരു മാസം കളക്ട് ചെയ്ത് ഒരു 10-25 കോടി രൂപ പ്രൈസായിട്ട് കൊടുത്താൽ ബാക്കി KSRTCയുടെ ഇതിൻ്റെ വരുമാനമായിട്ട് മാറ്റാം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഞാൻ അതിനെ സർപ്രൈസ്ഡ് ആകില്ല. 2, ലിക്കറിൻ്റെ കാര്യത്തിലും നമുക്ക് ആർക്കാണ് ഒരു ധൈര്യമായിട്ട് പറയാൻ ഒക്കുന്നത്? ഇതിൻ്റെ വില കൂടാൻ പാടില്ല എന്ന് പറയാൻ ഒക്കില്ല. ഒരുപക്ഷെ ഈ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ, സോഷ്യൽ സയൻറ്റിസ്റ്റുകൾ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും. ഈ മദ്യത്തിൻ്റെ വില ഇങ്ങനെ കൂട്ടരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ ഇത് വിഷയം മദ്യമായതുകൊണ്ട് അവർ പറയുന്ന ആ കാര്യത്തിൻ്റെ പ്രാധാന്യം തമസ്കരിക്കപ്പെട്ടു പോയിട്ടുണ്ടെന്നുള്ളതാണ് അതിൻ്റെ സത്യം. അതായത് മരിച്ചുപോയ ഒരു മനോരോഗ വിദഗ്ധനുണ്ടായിരുന്നു, ശ്രീ സുരരാജ് മണി. ഒരുപാട് നാളായി. അദ്ദേഹം ഇവിടുത്തെ മെൻ്റൽ ഹെൽത്ത് സെക്രട്ടറിക്കായിരുന്നു. അപ്പോൾ അദ്ദേഹമൊക്കെ ഈ പറയുന്ന ചാരായ നിരോധനം ഇവിടെ വന്നപ്പോൾ വളരെ ശക്തമായിട്ട് അതിനെപ്പറ്റി വളരെ വോക്കലായിട്ട് വെളിയിലെങ്കിലും നമ്മൾ പ്രൈവറ്റായിട്ടൊക്കെ ഇത് പലരുടെയും ഒരു അല്ലെങ്കിൽ ഘട്ടം ഘട്ടമായിട്ട് ഇത് മാറ്റിയെടുക്കേണ്ട ഒരു കാര്യമാണ്. ഒരു സ്വഭാവത്തിലുണ്ട്. അപ്പോൾ പെട്ടെന്നൊരു ഫ്യൂസ് ചെയ്തതുപോലെ ചെയ്യുന്നത് അവരുടെ ഒരു ലൈഫ് സ്റ്റൈലിനെ ബാധിക്കും. അതിനുശേഷം ഞാൻ അതിനെപ്പറ്റി വളരെ ശ്രദ്ധയോടെ നോക്കുന്ന ഒരാളായിരുന്നു. നമ്മൾ നോക്കുകയാണെങ്കിൽ എന്നൊക്കെ മദ്യത്തിൻ്റെ വില കൂടിയിട്ടുണ്ടോ, മാനുവൽ ലേബർ ചെയ്യുന്ന ആളുകളുടെ കൂലിയിൽ ഇൻക്രീസ് വന്നിട്ടുണ്ട്. അതായത് ഈ പറയുന്ന ഒരുപക്ഷെ രാവിലെ ഒരു 100 മില്ലി അടിച്ചിട്ട് പോകുന്ന ഒരാൾ, അതിനു വേണ്ടി മാനുവൽ ലേബർ ചെയ്യുന്ന ആൾ, അത് ഉച്ചയ്ക്കോ വൈകിട്ടോ ഒക്കെ ഇവർ ഇങ്ങനെ ഒരു സ്ഥിരമായിട്ട് മദ്യം യൂസ് ചെയ്യുന്ന, അതായത് ലോക്കൽ ചാരായം ഒക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആളുകൾക്ക് പെട്ടെന്ന് ഇത് മാറി മൈഗ്രേറ്റ് ചെയ്യേണ്ടി വന്നു. ഇത് ചെയ്യേണ്ടി വന്നപ്പോൾ അത് നല്ലതാണോ ചീത്തയാണോ എന്നല്ല ഞാൻ ഈ പറയുന്നത്. കാരണം എന്നെ അതിനകത്ത് പറ്റിയൊരു കാര്യം എന്ന് പറയുന്നത് ഇവർക്ക് ഈ സ്വഭാവം അവർ ഉപേക്ഷിക്കുന്നതിന് പകരം ഇവർ മറ്റ് ചീപ്പർ വിദേശ മദ്യത്തിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു. നാച്ചുറലി അത് അവരുടെ കൂലിയിലേക്ക് മാറി. ഇത് ഒരിക്കലും ഈ കൂലി കൂടിയ ആളുകൾ ഒരിക്കലും ഈ മാനുവൽ ലേബർ നമ്മൾ അവരുടെ വീടുകളിലോട്ട് നോക്കുകയാണെങ്കിൽ ഇതൊന്നും അവരുടെ വീട്ടിലെത്തിയിട്ടില്ല. പണ്ട് അവർ 100 കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ 100 രൂപയെ ഇപ്പോഴും കൊടുത്തിട്ടുള്ളൂ. അല്ലാതെ ഈ കിട്ടിയ അഡീഷണൽ എക്സ്പെൻസ് ഇത് കോമ്പൻസേറ്റ് ചെയ്യാനായിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇമ്പാക്റ്റ് എന്താണ്? അങ്ങനെ ഒരു സോഷ്യോളജിയിൽ സ്റ്റഡി വച്ചിട്ടല്ല നമ്മൾ ഒരു പ്ലാനും ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അല്ല, ഒരു സർക്കാരും ഈ പറഞ്ഞ സോഷ്യൽ സയൻറ്റിസ്റ്റുകളെ ഇത്തരം കാര്യങ്ങളിൽ പരിഗണിക്കാറില്ല. ഒരു IAS ബ്യൂറോക്രാറ്റിക് സർക്കിൾസിൽ നിന്ന് വരുന്ന ഇതിൻ്റെ അറ്റ്ലീസ്റ്റ് ഇപ്രാവശ്യം
എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ പ്ലാനിംഗ് ബോർഡിലൊക്കെ ഉണ്ടായിരുന്ന CP ജോൺ എന്ന് പറയുന്ന ഒരാൾ മന്ത്രിയായിട്ടിരിക്കുന്നുണ്ടായിരിക്കാം ഒരു 100 ദിവസത്തേക്ക് നമുക്ക് ഇത് നോക്കാം, പണി നോക്കാം എന്ന് പറയുന്നതിൻ്റെ ഒരു, കാരണം അദ്ദേഹത്തിന് ഈ പ്ലാനിങ്ങും അല്ലെങ്കിൽ അതിൻ്റെ ഫൈനാൻസസും എക്കണോമിക്സും ഒക്കെ മനസ്സിലാകുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞതിൻ്റെ റീസൺ ഒരു പക്ഷേ അതായിരിക്കാം. കാരണം അദ്ദേഹത്തിന് കുറച്ചുകൂടെ ഈ പ്ലാനിംഗ് ബോർഡിലൊക്കെ ഇരുന്നിട്ട് ഈ ബഡ്ജറ്റിങ്ങിൻ്റെയൊക്കെ ഒരു ബോധം അദ്ദേഹത്തിനുണ്ട്, ഒരു പ്രാക്ടിക്കൽ വയബിലിറ്റി സ്റ്റഡി. അപ്പോൾ അത് ഒരു വളരെ പോസിറ്റീവായിട്ട് ഞാൻ കാണുന്നൊരു കാര്യമാണ്. പക്ഷേ സസ്റ്റെയിൻഡായിട്ട് കേരളത്തിന് ഇതുപോലുള്ള ഫ്രീബീസ് കൊടുക്കാനായിട്ടുള്ള ഫൈനാൻഷ്യൽ സോഴ്സസ് എവിടെ നിന്നാണ്? ഡെഫിനറ്റ്ലി നോട്ട് ലിക്കർ ആൻഡ് ലോട്ടറി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.